ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ രസകരമായി നമ്മളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത് രഞ്ജിനി മേനോനും ഭർത്താവ് രാജഗോപാൽ മേനോനാണ്. കൂടെ മോളും ഉണ്ട്. ഇപ്പോ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു, നിങ്ങൾ കല്യാണം കഴിച്ചു. പലപ്പോഴും നല്ലൊരു സുഹൃത്ത് വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആവുന്നതും കണ്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഈ മൊത്തത്തിലൊരു അതിർവരമ്പൊന്നും ഞാൻ വെക്കുന്നില്ല. ഭയങ്കര ഡീസന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാ പണ്ടൊക്കെ പക്ഷെ എന്റെ ക്ഷമ കാരണമായിരിക്കും ഞാൻ ചിലപ്പോ പുറത്തുനിന്ന് നോക്കണവർക്കേ. അങ്ങനെയല്ല, രണ്ട് കാര്യം. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ രാജഗോപാലിനോട് പറഞ്ഞ ഒരു കാര്യം, എന്നെ ഇങ്ങനെ അടക്കി ഭരിച്ചിട്ട് ഒതുക്കി നീ അത് ചെയ്യേ ഇത് ചെയ്യേ എന്റെ ഇഷ്ടത്തിനല്ലാതെ ഒന്നും നടക്കില്ല അങ്ങനെ പറഞ്ഞ് എന്റെ അടുത്ത് ഒന്നും നേടാൻ പറ്റില്ല. നമ്മൾ അടിപിടിയാവും അവസാനം. ഇതൊക്കെ നേരത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ സ്നേഹത്തിലൂടെ വിൻ ചെയ്യാം. അത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു കൊടുത്തു. ഞാൻ ചിലപ്പോ എന്നോട് സ്നേഹത്തിൽ, അത് എന്റെ ഒരു കുഴപ്പവും കൂടെ ആയിട്ട് ഞാൻ കാണുന്നത്, എന്നോട് കുറച്ച് സ്നേഹമായിട്ടൊക്കെ പെരുമാറി കഴിഞ്ഞാൽ ഞാനങ്ങ് മനസ്സലിഞ്ഞു പോകും. പക്ഷെ അത് എല്ലാവർക്കും അറിയില്ല കേട്ടോ. പക്ഷെ ദേഷ്യപ്പെടാനോ എന്റെ അടുത്ത് എന്താ പറയാ ഭരിച്ച് ഒതുക്കിക്കളയാം അങ്ങനെയൊക്കെ വിചാരിച്ചു വന്നാ അപ്പൊ ഞാൻ സട കുടഞ്ഞെഴുന്നേക്കും. പ്രത്യേകിച്ച് ആണുങ്ങളാണെങ്കിൽ ഇപ്പോഴും അങ്ങനെയാ, ഒരു മാറ്റമില്ല. അപ്പൊ അത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അല്ല, അത് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി നമുക്കൊരു സെക്കൻഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത റെസ്പോൺസിബിലിറ്റിയാണത്, അല്ലേ? കാരണം അതിൽ ചിലപ്പോ രണ്ടാമതെടുക്കുന്ന തീരുമാനത്തിലും ചിലപ്പോ കുഴപ്പം പുരുഷന്റേതാണെങ്കിൽ സമൂഹം കംപ്ലീറ്റ് ആയിട്ട് സ്ത്രീയെ കുറ്റം പറയുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ആദ്യം ഒരു ലൈഫ് തുടങ്ങിയിട്ട് ആ ലൈഫ് കംപ്ലീറ്റ് തകർന്നു പോയ ഒരാളാണ്. അത് സത്യം പറഞ്ഞാല് പൂർണ്ണമായിട്ട് ഇപ്പോ പറയാൻ പുറത്തുള്ളവർക്ക് കാണുമ്പോൾ ഇപ്പൊ എനിക്കും എടുത്തു പറയാനാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് കുറ്റങ്ങൾ എണ്ണി പറയാൻ പറ്റും. നമ്മൾ പക്ഷേ എവിടെയെങ്കിലുമൊക്കെ എന്റെയും കുഴപ്പങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ കുഴപ്പം ഉണ്ടായിരിക്കും. അത് വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. പക്ഷെ നമ്മൾ വെൻ യു കം ടു എ സെക്കൻഡ് ലൈഫ് യു കാൻ ടേക്ക് ചാൻസ്. അനലൈസ് ചെയ്യണം, റിയലൈസ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നമുക്കൊരു ഏജ് എത്തുമ്പോഴേ പറ്റുള്ളൂ. ആ ഏജിൽ നമ്മൾ നമ്മളെ മാത്രം ന്യായീകരിക്കാനേ എപ്പോഴും ശ്രമിക്കുള്ളൂ, അല്ലെ? ഇങ്ങനെ ഇപ്പൊ രാജഗോപാൽ നിന്നെ മാതിരി ഒരു പെൺകുട്ടിയാണ് എന്ന് പറയുമ്പോ ശരി, ഇനി നിങ്ങൾ വിവാഹം കഴിക്കാന്ന് തീരുമാനിക്കുമ്പോഴും രഞ്ജിനി ഇനി എനിക്ക് ഇത് അങ്ങനെ ആലോചിച്ചില്ല പറ്റുമോന്നോ? ഞാൻ നല്ലോണം ആലോചിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് വിവാഹം ഒന്നും വേണ്ട. എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, എനിക്ക് ഈ പറഞ്ഞ എന്റെ അച്ഛനടക്കം നീ ഒരു സാധാരണ പുരുഷന്റെ, മലയാളി പുരുഷന്റെ ഒരു ഇതിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അവന്റെ ഇംഗിതങ്ങളും അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പെണ്ണാവില്ല, അത് ബുദ്ധിമുട്ടാവും എന്നൊക്കെ തോന്നിയിരുന്നു. എന്റെ അച്ഛനൊക്കെ അങ്ങനെ പറയുമായിരുന്നു. അമ്മ കുറെ കൂടി എനിക്ക് സപ്പോർട്ടീവ്, എന്റെ ആറ്റിറ്റ്യൂഡിനോട് കുറച്ചും കൂടി സപ്പോർട്ടീവായിരുന്നു. കാരണം അമ്മയും കുറച്ച് അഹങ്കാരിയെന്ന് ജനം പറയുന്ന ഒരാളാണ്. പക്ഷെ ഷീ സച്ച് എ ലവിങ് പേഴ്സണാലിറ്റി. അപ്പൊ എനിക്കറിയാം അതങ്ങനെയാണ്. ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ കുറെ കൂടി മെച്ചുവേർഡായി. ലൈഫിനെ കുറെ അനുഭവങ്ങളിലൂടെ കുറെ കാര്യങ്ങൾ പഠിച്ചു നമ്മള്. അപ്പൊ ലൈഫിനെ കുറേയും കൂടി വളരെ ബാലൻസ്ഡ് ആയിട്ട് സമീപിക്കണം എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായിരുന്നു. അപ്പോ രാജഗോപാൽ കുറെ കൂടി ബാലൻസ്ഡ് ആണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു നേച്ചർ എന്നെ പോലെ അങ്ങനെ ഈ വാശി ബഹളം അങ്ങനെയൊന്നുമില്ല. കുറച്ചൊരു പക്വതയുണ്ടല്ലേ? പക്വതയൊന്നും അല്ല, കുറച്ച് വെറും തോന്നില്ല, പക്വതയൊന്നും അല്ല അത്. പക്ഷെ മൂപ്പർക്ക് അറിയാം എങ്ങനെയാണ് ഒരു കാര്യം നേടേണ്ടതെന്ന് സമീപിക്കേണ്ടതെന്ന്. കിട്ടി പറഞ്ഞപ്പോ തന്നെ അല്ലേ? അത് നേരത്തെ പറഞ്ഞല്ലോ. അതെ, അത്രേ ഉള്ളൂ വ്യത്യാസം. പുള്ളിയുടെ അപ്രോച്ച് കുറേം കൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. വായനാശീലം ഉണ്ടോ? ഇല്ലില്ല, ഞാൻ വായനാശീലം എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഉറങ്ങിപ്പോവും. അങ്ങനെ ഒരാള് ഒരു നന്നായിട്ട് എഴുതാൻ അറിയാവുന്ന ഒരു പരിധിവരെ നമുക്ക് ഒരു സാഹിത്യകാരി എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു വ്യക്തി. അപ്പൊ ഈ സാഹിത്യകാരന്മാർക്ക് ഇത് എപ്പോഴാണ് എഴുതാനൊരു മൂഡ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു തോട്ട് ഇങ്ങനെ മനസ്സിൽ വരുന്നത്. അപ്പൊ അത് പുസ്തകത്തിലേക്ക് നമുക്ക് പേപ്പറിലേക്ക് പകർത്തണം. ആ ഒരു സമയം മനസ്സിലാക്കാൻ സാധിക്കൂ ഈ വായനാശീലം ഇല്ലാത്ത? അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പറ്റും. അമ്മു തന്നെ അവളിങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അവരെ സപ്പോർട്ട് ഇതേപോലെയല്ല ഭാര്യയുടെ ബുദ്ധിപൂർവ്വം. ഞാൻ സത്യം പറയട്ടോ, ഇതാണ് ഇദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്. മനസ്സിലായല്ലോ?
വളരെ ബുദ്ധിപൂർവ്വം വേറെ വഴിക്ക് അങ്ങനെ ആ കൊണ്ടുപോകും. വഴിക്ക് കൊണ്ടുപോണ്ട. ഇപ്പൊ എനിക്ക് എഴുത്ത് ചിലപ്പോ രാത്രി ചില ദിവസങ്ങളിൽ ഞാനിപ്പോ എഴുതാനൊക്കെ ഇരുന്നാല് ഞാനൊന്നും അറിയുന്നില്ല, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാണ്ട് നമ്മൾ അതിലങ്ങ് ഇമ്മേഴ്സ്ഡ് ആവും. വായനയിൽ നല്ലോണം എനിക്ക് വായിക്കുന്ന ആളാണ്, എനിക്ക് ഇഷ്ടമാണ് വായിക്കാൻ. എല്ലാ ടൈപ്പ് ബുക്സും വായിക്കും. അപ്പോ ഞാൻ ഇദ്ദേഹത്തോട് വായന പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യാം, എഴുത്ത് നമുക്ക് അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ രാത്രിയൊക്കെ ഞാൻ ഇദ്ദേഹം ഉറങ്ങി കഴിഞ്ഞിട്ടൊക്കെ ഞാൻ എഴുതും. ഇപ്പൊ വയനാട്ടിലാവുമ്പോൾ നമ്മുടെ ഒരു വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ്, നല്ല സുഖമാണ്. അപ്പൊ രാത്രിയൊക്കെ ഇരുന്ന് ലേറ്റ് ആയിട്ട് ചിലപ്പോൾ 2 മണി വരെയൊക്കെ ഞാൻ ഇരുന്ന് എഴുതും. അപ്പൊ ഒറ്റ കണ്ടീഷനുള്ളൂ, ബെഡ്റൂമിൽ വന്ന് ലൈറ്റ് ഇടരുത്, ലൈറ്റ് ഇടരുത്, നടക്കരുത്, അങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. അപ്പൊ അപ്പുറത്ത് എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് എഴുത്, എന്ത് വേണേ ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷെ ലൈറ്റ് ഇട്ടിട്ട് ഇവിടെ തന്നെ ഇരുന്നാലേ സർഗാത്മകത വരുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല.